ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. അറബിക് ടർബോ റിലീസിനൊരുങ്ങുന്നു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. ഈ വരുന്ന 2-ാം തീയതി, അതായത് ഓഗസ്റ്റ് 2-നാണ് സിനിമ ഗൾഫ് രാജ്യങ്ങളിൽ അറബി വേർഷനായിട്ട് വരാൻ പോകുന്നത്. ജാസിം ടർബോ ആയിട്ടാണ് വരുന്നത്. സിനിമ അതിഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് വേൾഡ് വൈഡ് ആയിട്ട് നടത്തിയിരുന്നത്. ഏകദേശം 70-ന് മുകളിലുള്ള രാജ്യങ്ങളിലാണ് സിനിമ വിറ്റുപോയത്. അവിടെയൊക്കെ സിനിമ മികച്ച പ്രതികരണം ഉണ്ടാവുകയും കേരളത്തിൽ നിന്ന് 45 കോടിക്ക് മുകളിൽ സിനിമ കളക്ട് ചെയ്യുകയും ചെയ്തു. 26 കോടിയോളമാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ. 23.5 കോടിയെന്ന് അതിന് കുറച്ച് ദിവസങ്ങൾ മുമ്പ്, അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞ കാര്യമാണ്. വൈശാഖ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, സിനിമയുടെ ബഡ്ജറ്റ് 23.5 കോടിയാണ്. 20 കോടിക്ക് തീർക്കാൻ നിന്നാണെങ്കിലും ചിലവ് കൂടി 23.5 കോടിയാണ്. മമ്മൂട്ടിയുടെ സാലറി കൂട്ടാതെയാണ് എന്നുള്ളത്. പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞു, സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നില്ല. ഫൈനലായി വന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് 11 ദിവസം കൊണ്ട് സിനിമ 70 കോടിക്ക് മുകളിലെന്നുള്ളതാണ്. മമ്മൂട്ടി കമ്പനി ഇന്നും അതിൻ്റെ കണക്കുകൾ പുറത്തു വിട്ടിട്ടില്ല. മമ്മൂട്ടിയുടെ മകനായ ദുൽഖറിൻ്റെ വേഫെയറർ ഫിലിംസാണ് അത് കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തതും. വമ്പൻ വിജയമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാനും കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 15 കോടിക്ക് താഴെയാണ് സിനിമ കേരള ഡിസ്ട്രിബ്യൂഷൻ എടുത്തത്. ഇവിടെ നിന്ന് 45 കോടിക്ക് മുകളിൽ കിട്ടുമ്പോൾ ഒരു സൂപ്പർ മെഗാ ഹിറ്റ് എന്നുള്ള ലെവലിലാണ് സിനിമ എത്തിയിരിക്കുന്നത്. ഇനി ഗൾഫ് രാജ്യങ്ങളിൽ നേരത്തെ നമ്മൾ കണ്ടിരുന്നു, പല രീതിയിലുള്ള വമ്പൻ ബിസിനസ് ഡീലുകൾ അവിടെ ഈ ഒരു സിനിമയ്ക്ക് നടന്നു. വീണ്ടും ആദ്യമായി ചരിത്രത്തിൽ മലയാളത്തിൽ നിന്നുള്ള ഒരു സിനിമ, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമ എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്, ഒരു അറബിക് വേർഷനിലേക്ക് വരുന്നു എന്നുള്ളത്. അത് OTT-യിലായിരിക്കുമോ അല്ലെങ്കിൽ തിയേറ്ററുകളിലായിരിക്കുമോ എന്നുള്ളതൊരു അഭ്യൂഹങ്ങളിൽ നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. ഉറപ്പുകളില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്, ഓഗസ്റ്റ് 2-ന് സിനിമ ഗൾഫ് മേഖലയിൽ അറബിക് വെർഷനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും കാത്തിരിക്കാം. 9-ാം തീയതിയാണ് സിനിമയുടെ OTT റിലീസ് വരാൻ പോകുന്നത്. അതിന് മുന്നോടിയായി വീണ്ടും ഒരു തിയേറ്റർ റിലീസും കൂടെ. അങ്ങനെ ടർബോ കുതിക്കുകയാണ് എന്ന് തന്നെ പറയാം. 100 അതിന് മുകളിലുള്ള കളക്ഷൻ സിനിമ നേടും എന്നുള്ളതിന് സംശയങ്ങളില്ലായിരുന്നു. തീർച്ചയായും മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഒഫീഷ്യലായിട്ടുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഇതിൻ്റെ സിനിമ തിയേറ്ററുകൾ വിട്ടിട്ട് ഏകദേശം ഒരു മാസത്തിന് മുകളിലായി. പക്ഷേ വീണ്ടും ഈ ഒരു സിനിമ ഗൾഫ് മേഖലയിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഒരിക്കൽ കൂടെ പ്രതീക്ഷിക്കുകയാണ്, മമ്മൂട്ടി കമ്പനി ഒഫീഷ്യലായിട്ട് അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിടും എന്നുള്ളത്. ട്രാക്കേഴ്സ് മുഖാന്തരവും അതേപോലെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന കണക്കുകളുമല്ലാതെ മമ്മൂട്ടി കമ്പനി പുറത്തുവിടുന്ന കണക്കുകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്നറിയാം. അപ്പോൾ ആരൊക്കെയാണ് ഗൾഫ് മേഖലയിൽ ഈ സിനിമ അറബിക് വെർഷനിൽ ഇറങ്ങുമ്പോൾ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ കഴിയുന്നതുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഗ്രേറ്റ് മീഡിയാസ്.